അങ്കിൾസ് ആതിര മിസ്സാണ് കേട്ടോ. മിസ് എന്താ ഇപ്പൊ പതിവില്ലാതെ ഇങ്ങനെ വന്നിരിക്കുന്നത്? മിസ് പതിവില്ലാതെ അല്ല, മിസ് ഇപ്പൊ കുറച്ചായിട്ട് നിങ്ങൾക്ക് എക്സാം ഒക്കെ അല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഓരോ ടിപ്സ് ആയിട്ട് മിസ് ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് യെസ് ഒരു വർണ്ണനയായിട്ടാണ്. നിങ്ങൾക്ക് ഷുവർ ആയിട്ടും എക്സാമിന് വരുന്നുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. എന്താണടാ? വർണ്ണന. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ്? വർണ്ണിച്ചെഴുതുന്നതിനെയാണ് വർണ്ണന എന്ന് പറയുന്നത്. യെസ് അല്ലേ? യെസ് എടാ. അപ്പൊ എന്തായാലും മിസ്സിന്റെ വീഡിയോ കാണുന്ന കുട്ടികളെ വേഗം ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, പിന്നെയോ കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഓക്കെ, അപ്പൊ മിസ്സിന്റെ മലയാളം ക്ലാസ്സിലേക്ക് എന്റെ എല്ലാ പ്രിയ മക്കൾക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ ഒരു വർണ്ണന തയ്യാറാക്കി എങ്ങനെയാണ്? നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം അടുക്കാറായില്ലേ, അപ്പം അതിന്റെ പ്രിപ്പറേഷൻസിലായിരിക്കും എന്റെ മക്കള്. അപ്പം ആർക്കും ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, എല്ലാവരും ധൈര്യമായിട്ട് കോൺഫിഡൻസോട് കൂടി ഇരിക്കുക. കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് എച്ചു പൊട്ടി തരുന്നുണ്ടല്ലേ. അത് ഓരോ സബ്ജക്റ്റിനാണെങ്കിലും ഓരോ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് അതിനായിട്ടുള്ള പൊടിക്കൈകളൊക്കെ തരുന്നുണ്ട്. അപ്പം മിസ് വന്നിരിക്കുന്നത് എന്റെ മലയാളം കുട്ടികൾക്ക് ഒരു കുറവും വരാൻ പാടില്ല. കാരണം എന്താണ്? നല്ല മാർക്കോടെ തന്നെ പാസ് ആവണം. മലയാളത്തിലെ പ്രത്യേകിച്ച് നല്ല മാർക്ക് തന്നെ വേണം. യെസ്, അപ്പൊ ഒരു വർണ്ണന തയ്യാറാക്കുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്: ആലങ്കാരിക ഭാഷ ഉണ്ടായിരിക്കണം, ആശയത്തിന്റെ സൂക്ഷ്മത, പിന്നെയോ പ്രയോഗ ഭംഗി, പിന്നെയോ നിങ്ങളുടെ സ്വന്തം നിരീക്ഷണം. ഇതൊക്കെ വെച്ചുകൊണ്ടായിരിക്കണം ഒരു വർണ്ണന തയ്യാറാക്കേണ്ടത്. അപ്പൊ ഇവിടെ വർണ്ണന തയ്യാറാക്കാനുള്ള ചോദ്യം നോക്കിയാലോ? യെസ്, കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെ കുറിച്ച് വർണ്ണന തയ്യാറാക്കുക. നമ്മുടെ കേരളത്തിന്റെ പ്രകൃതി ഭംഗിയെ കുറിച്ചിട്ടാണ് നിങ്ങളോട് വർണ്ണന തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു വർണ്ണന തയ്യാറാക്കി നോക്കിയാലോ? യെസ്, മേഘങ്ങൾ കൊണ്ട് ഉടുപ്പണിഞ്ഞിരിക്കുന്ന മലകളും കുന്നുകളും മേടുകളും കൊണ്ട് മനോഹരമാണ് കേരളം. ആന, മാൻ, പന്നി, പുലി, പോത്ത് തുടങ്ങിയവ വിഹരിക്കുന്ന കാടുകളും തെളിഞ്ഞ ഓളങ്ങളുടെ മൂളിപ്പാട്ടുമായി, എന്താണ്? ഓളങ്ങളുടെ മൂളിപ്പാട്ടുമായി പോകുന്ന ആറുകളും നെയ്യാമ്പലും താമരയും ഇടതിങ്ങിയ പൊയ്കകളും എല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. നാനാവർണ്ണത്തിലുള്ള പക്ഷികൾ ചേക്കേറുന്ന വൃക്ഷങ്ങളും പ്ലാവ്, മാവ്, പുളി, വാഴ തുടങ്ങിയവ നിറഞ്ഞ തോപ്പുകളും അശോകവും ചെമ്പകവും പിച്ചിയും മുല്ലയും ചേർന്ന പൂന്തോട്ടങ്ങളും നനവുള്ള പാടങ്ങളും പശുമേയുന്ന പറമ്പുകളുമെല്ലാം മലയാള നാടിന്റെ പ്രകൃതി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. യെസ്, നമ്മുടെ പ്രകൃതിയുടെ നമ്മുടെ കേരളം. എൻ്റെ കേരളം എത്ര സുന്ദരം, എൻ്റെ കേരളം എത്ര സുന്ദരം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ പാട്ട്? യെസ്, നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ ഇപ്പടാ നമ്മൾ ഈ മദാമിയും അതേപോലെ സായിപ്പൊക്കെ വരുമ്പോൾ നന്നായിട്ട് നമ്മളെ കേരളത്തെ ആസ്വദിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് അവിടെ കാണുന്ന കാര്യങ്ങളല്ലേ ഇവിടെ കാണാൻ പറ്റുന്നത് അല്ലേ? അവർ നിൽക്കുന്നിടത്തുനിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കാണാൻ പറ്റുന്നത്. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അവര് ഇവിടേക്ക് വരുന്നത് അല്ലേ? യെസ്, അപ്പൊ നമുക്ക് അവിടെ നിൽക്കുന്നതുകൊണ്ടൊന്നും നമുക്കിതൊന്നും വലിയ കാര്യമല്ല. കാരണം നമ്മളിത് എപ്പോഴും കാണുന്നതാണ്, നമ്മൾ ജനിച്ചു വളർന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കേരളത്തിന് എന്താണ്, അയ്യോ ഇതാണോ നമുക്ക് വല്ല ഫ്ലൈറ്റും കയറിയിട്ട് അമേരിക്കയിലോ യൂറോപ്പിലോ പോവാന്നുള്ള ആ ഒരു വിചാരമാണല്ലേ. അപ്പൊ എന്താണ്, പ്രകൃതിയെ അതിമനോഹരമായിട്ട് സ്നേഹിച്ചു നോക്കും മക്കളെ, പിന്നെ നമുക്ക് ഇവിടെ വിട്ട് പോവാൻ തോന്നൂല. അപ്പൊ എന്താണ്, നമ്മൾ എന്തായാലും ഒരു വർണ്ണന തയ്യാറാക്കിയില്ലേ? എന്തിനെ കുറിച്ചിട്ടാണ്? പ്രകൃതി ഭംഗിയെ കുറിച്ച്. അപ്പം ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് മിസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പം ഇതിനേക്കാളും അടിപൊളിയായിട്ട് മനോഹരമായിട്ട് എൻ്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും ഒരു വർണ്ണന തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലായോ? ഒരുപാട് വാരി വലിച്ച് എഴുതേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നല്ല രസത്തിൽ മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ എഴുതാം. അപ്പൊ എന്തായാലും നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും, നല്ല കൈയക്ഷരത്തിൽ എഴുതാൻ ശ്രദ്ധിക്കുക. അതേപോലെ എന്തെങ്കിലും വെട്ടും കുത്തൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചെറുതായിട്ട് ഒറ്റൊരു വര വരച്ചാൽ മതി. അതും അങ്ങനെ കറുപ്പിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. കാരണം പേപ്പർ നോക്കുമ്പോൾ അതൊരു വൃത്തികേടായിട്ട് തോന്നും. എന്തായാലും മക്കളെ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതാം. എക്സാം കഴിഞ്ഞിട്ട് കാണാം. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.